നിക്ഷേപ മേളകളുടെ ഭാഗമായി കേരളത്തിലെത്തിയ സ്വകാര്യ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ INTUC പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന എറണാകുളം മരടിലെ ഏതൻ എന്ന കമ്പനിയിലാണ് INTUC പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചത്. പൂർണ്ണമായും യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ കയറ്റിറക്കം തങ്ങൾക്ക് നേരിട്ട് ചെയ്യണം എന്നാണ് ട്രേഡ് യൂണിയന്റെ ആവശ്യം. പൂർണ്ണമായും യന്ത്രസഹായത്താൽ ലോഡിംഗ് നടക്കുന്ന ഈ കമ്പനിയിലാണ് ഇന്ന് INTUC പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചത്. തങ്ങൾ തന്നെ ഇവിടെ സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ നമ്മുടെ അധികാരികൾ പെടാപ്പാടുപെടുമ്പോഴാണ് ചില ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. 2 മാസമേ ആയുള്ളൂ ഏതൻ എന്ന പഴവർഗ്ഗങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന കമ്പനി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. എന്നാൽ തുടക്കം തൊട്ട് INTUC യൂണിയന്റെ അംഗങ്ങൾ എന്ന് പറയുന്നവർ കമ്പനിയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിത്തുടങ്ങി. പൂർണ്ണമായും യന്ത്രസഹായത്താലാണ് വിവിധയിനം പഴവർഗ്ഗങ്ങളുടെ കയറ്റിറക്കങ്ങൾ. എന്നാൽ തങ്ങൾക്ക് തന്നെ നേരിട്ട് ലോഡിംഗ് ചെയ്യണമെന്നാണ് യൂണിയന്റെ ആവശ്യം. അൺലോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ INTUCയുടെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് അൺലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വണ്ടിയെല്ലാം റീഫറിന്റെ വെളിയിലോട്ട് എടുക്കാനും അങ്ങനെ പറഞ്ഞ് കുറച്ച് തർക്കമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ അവർ പറഞ്ഞു, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു വണ്ടി വെളിയിലോട്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നെ പോലീസ് വന്ന് സംസാരിച്ചു. പിന്നെ അവസാനം അവർ നമ്മുടെ ഈ ഫെസിലിറ്റിക്ക് അകത്തേക്ക് കയറി വന്നു. നമ്മുടെ അനുവാദം ഇല്ലാതെ അവർ അകത്തേക്ക് കയറി വരികയും നമ്മളോട് വളരെ ചൂടായി സംസാരിക്കുകയും ചെയ്തു. കമ്പനിയുടെ ഉള്ളിലേക്ക് യൂണിയൻ പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും ജീവനക്കാരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ കയറ്റിറക്കുവാനുള്ള കോടതി ഉത്തരവ് ഏതൻ കമ്പനിക്കുണ്ട്. ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോ ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർ വന്നിട്ട് അവരുടെ ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചു. പക്ഷെ നമുക്ക് ഓൾറെഡി ഇതിന്റെ എഗൻസ്റ്റ് കോർട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ആ കോർട്ട് ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശാന്തമായി നമ്മൾ അവരെടുത്ത് പറഞ്ഞു ബോധിപ്പിച്ചിരുന്നതാണ്. ഹൈലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോർക്ക് ലിഫ്റ്റും നമുക്ക് ഈ നമ്മുടെ വെയർഹൌസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു മാനുവൽ ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ലാത്തതിനാൽ ആണ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചു. അവർ വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. കുറഞ്ഞ താപനിലയിലാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നീട് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇവ വിൽപ്പനയ്ക്ക് നൽകും. ബോംബെയിൽ നിന്നും സുഗമമായി വ്യാപാരം നടത്തുന്നതിനിടയിലാണ് കേരളത്തിൽ കൂടി ബ്രാഞ്ച് തുടങ്ങാൻ കമ്പനി എത്തുന്നത്. അതിനിടയിൽ തൊഴിലാളി പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പോലീസ് ഇടപെട്ടാണ് ഇന്ന് പ്രതിഷേധക്കാരെ കമ്പനിയിൽ നിന്ന് മാറ്റിയത്. സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും തങ്ങൾക്കുണ്ടാവുമെന്ന് കമ്പനി അധികൃതർ മുൻപ് പ്രതീക്ഷിച്ചിരുന്നു. ഈ നാട് വ്യവസായ സൗഹൃദമാണ് എന്ന് നമ്മുടെ നിക്ഷേപകരെ എല്ലാം ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അധികാരികൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് കൂടിയുള്ളതാണ്. ക്യാമറാമാൻ മാഹിൻ ജാഫറിനും സാരഥി പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.